സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളുടെ അടുത്ത് പറയാൻ വന്നിരിക്കുന്ന ഒരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം പുതിയ മുഖ്യമന്ത്രി സ്ഥാനമേറ്റ സമയത്ത് പുതിയ മുഖ്യമന്ത്രി സ്ഥാനമേൽക്കുന്നതിന് മുൻപായിട്ടൊക്കെ കെ ആന്റണി എന്ന് പറയുന്നൊരു മനുഷ്യൻ വന്നിട്ട് പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു. എന്താണ്? പൂച്ച പെറ്റികിടക്കുന്ന ഖജനാവാണ്, പൊതു ഖജനാവാണ്. അതുകൊണ്ട് തന്നെ ജനക്ഷേമ പ്രവർത്തനങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി നിങ്ങൾ ആഗ്രഹിക്കാൻ പാടില്ല, അല്ലെങ്കിൽ അത് പറയാൻ പാടില്ല, അവകാശപ്പെടാൻ പാടില്ല. എന്തുകൊണ്ടാണ്? പെട്ടെന്ന് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞ കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് നേടിയെടുത്ത് തരാൻ പറ്റില്ല. കാരണം ഈ പൊതു ഖജനാവ് പൂച്ച പെറ്റ അവസ്ഥയിൽ കിടക്കുകയാണ്. ഇടതുപക്ഷ സർക്കാർ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്ന സമയത്ത് ഈ ഖജനാവിലേക്ക് ഒന്നും തന്നെ ബാക്കി വെക്കാതെയാണ് ഇറങ്ങിപ്പോയതെന്നാണ് കെ ആന്റണി സാറ് പറഞ്ഞത്. എന്നാൽ കെ ആന്റണി പറഞ്ഞൊരു കാര്യത്തിന് മറുപടി എന്നോണം തന്നെ ഇടതുപക്ഷത്തിന്റെ പല അനുഭാവികളും ധനകാര്യ വകുപ്പ് മന്ത്രി അടക്കമുള്ള ആളുകൾ രംഗത്തേക്ക് വന്നിട്ട് പറയുകയുണ്ടായത്, ഇത് ജനക്ഷേമ പ്രവർത്തനങ്ങളിൽ ജനക്ഷേമ പദ്ധതികളിൽ നിന്ന് പിൻവലിയാനായിട്ടുള്ള മുൻകൂർ ജാമ്യം എന്നോണമാണ് ഈ ടീംസ് ഇറങ്ങിയിരിക്കുന്നത്. ഇവിടെ ഒരു തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടും പൊതുഖജനാവിലുള്ള ഫണ്ടിനില്ല. പൊതുഖജനാവിൽ ഉമ്മൻചാണ്ടി സർക്കാർ കഴിഞ്ഞ 10 വർഷങ്ങൾക്ക് മുൻപ് 2016 മുൻപ് അധികാരത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന സമയത്ത് പൊതുഖജനാവ് കാലിയാക്കിയിട്ടായിരുന്നു പോയത്. അതായത് പൊതുഖജനാവിൽ 1 രൂപ പോലും ഇല്ലാത്ത അവസ്ഥയിലായിരുന്നു അവരാക്കിയിട്ടിട്ട് പോയത്. എന്നാൽ പിന്നീട് അതിനുശേഷം 2016 ഇടതുപക്ഷ സർക്കാർ അധികാരമേറ്റ് ഇന്ന് 2026 ഇറങ്ങിപ്പോകുന്ന സമയത്ത് ആ പൊതുഖജനാവിൽ 6000 കോടി രൂപയോളം നിക്ഷേപിച്ചിട്ടാണ് പോകുന്നത്. എന്തിനു വേണ്ടിയാണ്? ഈ നാട്ടിലെ ജനങ്ങളുടെ ആവശ്യങ്ങൾ നേടിയെടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് വരുന്ന പാർട്ടിക്ക് അതിനൊരു സഹായമാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ആ ഫണ്ട് ഇട്ടിരിക്കുന്നത്. തുടർഭരണം ആഗ്രഹിച്ചുകൊണ്ട് തന്നെയായിരുന്നു പിണറായി വിജയനും അതേപോലെ തന്നെ ബാക്കിയുള്ള ആളുകളുമൊക്കെ ഈ ഒരു ഇലക്ഷനെ നേരിട്ടത്. എന്നാൽ ഈ നാട്ടിലെ ജനങ്ങൾ, കുറച്ച് ചതിയന്മാരായിട്ടുള്ള വഞ്ചകന്മാരായിട്ടുള്ള ജനങ്ങൾ ആ ഇടതുപക്ഷം എന്ന് പറയുന്ന ഹൃദയപക്ഷമായിട്ടുള്ള ഒരു പാർട്ടിയെ ചതിച്ചത് കൊണ്ട് തന്നെയും അധികാരത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി പോകേണ്ട ഒരു അവസ്ഥയും ഉണ്ടായി. അതിനെയൊക്കെ വലിയൊരു ക്രെഡിറ്റ് ആയിട്ട് കാണുന്ന ഒരു കേരളം നാളെ ദുഃഖിക്കാൻ പോകുന്ന ഒരു അവസ്ഥ തന്നെ അറിയാം. നാളെ ദുഃഖിക്കാൻ പോവുകയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ഞാൻ കണ്ട 2 വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതായത് കോൺഗ്രസിലെ നേതാക്കന്മാർ തന്നെ, കോൺഗ്രസിലെ മന്ത്രിമാരായിട്ട് സ്ഥാനമേറ്റിരിക്കുന്ന ചിലർ, അവർ തന്നെ അവരുടെ വായിൽ നിന്ന് പുറത്തേക്ക് പറയേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരിക്കുകയാണ്. ഇത് പൂച്ച പെറ്റൊരു ഖജനാവല്ല, ഈ ഖജനാവിൽ ഫണ്ടുണ്ട്, ആ ഫണ്ട് ഞങ്ങളിപ്പോൾ വിനിയോഗിച്ച് തുടങ്ങുകയാണെന്ന് പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ഞാൻ നിങ്ങളെ ആദ്യം ഒരു വീഡിയോ കാണിച്ചു തരാം. ന്യൂസ് മലയാളം എന്ന് പറയുന്ന ഒരു ചാനലിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു വീഡിയോ ആണ്. ആ വീഡിയോ കണ്ടിട്ട് നമുക്ക് ബാക്കി വീഡിയോയിലേക്ക് പോകാം. മെയ് മാസത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷൻ ഈ മാസം 25 മുതൽ വിതരണം ചെയ്യും. ഇതിനായി 1070 കോടി രൂപ അനുവദിച്ചതായി മുഖ്യമന്ത്രി അറിയിച്ചു. ഈ മാസത്തെ കണ്ടില്ലേ, 1070 കോടി രൂപയാണ് മെയ് മാസത്തെ പെൻഷൻ വിതരണം നടത്താനായിട്ട് 25-ാം തീയതി മുതൽ നടത്താനായിട്ട്, ഈ വരുന്ന 25-ാം തീയതി മുതൽ നടത്താനായിട്ട് മുഖ്യമന്ത്രി അനുവദിച്ചിരിക്കുന്നത്. അതായത് ഈ മെയ് മാസത്തെ ഫണ്ട്, അല്ലെങ്കിൽ ഈ മെയ് മാസം മുതൽ അവർ പെൻഷൻ കൊടുത്തു തുടങ്ങുകയാണെന്നുള്ളൊരു വാർത്തയാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് ഈ ഒരു 1070 കോടി രൂപ അവർക്ക് കൊടുക്കാനായിട്ട് എവിടെ നിന്നാണ് കിട്ടിയിരിക്കുന്നത്? ഈ പൂച്ച പറ്റി കിടക്കുന്ന ഖജനാവിൽ നിന്ന് എങ്ങനെയാണ് ഈ ഒരു 1070 രൂപ കൊടുക്കാൻ, 1070 കോടി രൂപ കൊടുക്കാനായിട്ട് സാധിച്ചത്? അപ്പോൾ തുടക്കത്തിലെ തന്നെ ഇവരുടെ ഒരു ഉഡായിപ്പ് നമുക്കെല്ലാവർക്കും മനസ്സിലാവുകയല്ലേ? അതായത് ഒന്നുമില്ല, ഈ പറയുന്ന സൗജന്യ യാത്ര ഒരുക്കി കൊടുക്കാൻ പറ്റില്ല എന്ന് കെ ആന്റണി ഒരു മുൻകൂർ ജാമ്യം എന്നോണം പറഞ്ഞൊരു കാര്യം ഇന്ന് വി സതീശൻ എന്ന് പറയുന്നൊരു മനുഷ്യൻ വന്നിട്ട് പറയുകയാണ്, അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്യാൻ തുടങ്ങുകയാണെന്നുള്ളത്. ആ ഫണ്ട് അപ്പോൾ എവിടെ നിന്ന് കിട്ടി? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അക്കൗണ്ടിൽ നിന്ന് വന്ന ഫണ്ടാണെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? ഒരിക്കലുമല്ല. ഇത് ശരിക്കും ഈ പെൻഷൻ കൊടുക്കുന്നത് വലതുപക്ഷമല്ല, അല്ലെങ്കിൽ ഇപ്പോൾ ഇരിക്കുന്ന ഭരണപക്ഷമായിട്ടുള്ള UDFൻ്റെ ഈ പറയുന്ന വി സതീശൻ എന്ന് പറയുന്നൊരു മുഖ്യമന്ത്രിയല്ല. പിന്നെ ആരാണ്? ശരിക്കും പിണറായി വിജയൻ എന്ന് പറയുന്നൊരു മനുഷ്യൻ തന്നെയാണ്. എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പിണറായി വിജയൻ അധികാരത്തിലിരിക്കുന്ന സമയത്ത് സമാഹരിച്ചിട്ടുള്ള തുക നമ്മളെപ്പോലെയുള്ള സാധാരണ ജനങ്ങളിൽ നിന്ന് നികുതി ഇനത്തിലും അതേപോലെ തന്നെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഫണ്ട് എടുത്തതായിട്ടുള്ള അങ്ങനെയുള്ള ഫണ്ടുകളും പിന്നെ പൊതുവെ എടുത്തിരിക്കുന്ന കടങ്ങളും ഇതൊക്കെ എല്ലാം കൂടി ചേർത്തിട്ടുള്ള ഫണ്ടാണ് ഇന്ന് 6000 കോടിയിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ആ 6000 കോടിയിൽ നിന്ന് 1070 കോടി രൂപയാണ് പെൻഷന് വേണ്ടി ഇപ്പോൾ വലതുപക്ഷം ഈ പറയുന്ന കൊടുക്കാനായിട്ടിരിക്കുന്നത്. വലതുപക്ഷം അധികാരത്തിൽ വരുമ്പോൾ എത്ര രൂപ കൊടുക്കുമെന്നാണ് പറഞ്ഞിരുന്നത്? 3000 രൂപ പെൻഷനാക്കി കൊടുക്കുമെന്നാണല്ലേ പറഞ്ഞത്. ഇപ്പോൾ എത്രയാണ് അവർ കൊടുക്കാൻ പോകുന്നത്? വെറും 2000 രൂപയാണ്. അപ്പോൾ 3000 രൂപ കൊടുക്കുമെന്ന് പറഞ്ഞെടുത്ത് വീണ്ടും ആ ജനങ്ങളെ പറ്റിച്ചുകൊണ്ട് തന്നെയാണ് വലതുപക്ഷം അധികാരത്തിൽ വന്നിരിക്കുന്നത്. ഇനി കുറച്ച് വേറെ കാര്യം കൂടി അവർ പറയുന്നുണ്ട്, അതോടെ കേട്ടു നോക്കാം. സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളുടെ വിതരണമാണ് ഈ മാസം 25 മുതൽ വിതരണം ചെയ്യാനുള്ള തീരുമാനം. പെരുന്നാളിന് മുമ്പായിട്ട് വിതരണം ചെയ്യും. 1070 കോടി രൂപയാണ് ഇതിനായിട്ട് അനുവദിച്ചിട്ടുള്ളത്. മുഖ്യമന്ത്രി ധനവകുപ്പിന് ചുമതല കൂടിയുള്ള മുഖ്യമന്ത്രിയുടെ ഉത്തരവാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. നേരത്തെ മുൻ സർക്കാർ കുടിശ്ശികയൊന്നും വരുത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ
ഇതാണ് നമ്മൾ വീണ്ടും വീണ്ടും കേൾക്കേണ്ടത്. അതായത് മുൻപുണ്ടായിരുന്ന സർക്കാർ കുടിശ്ശികയൊന്നും വീഴ്ത്തിയിട്ടില്ല, അല്ലെ വരുത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെയും പുതിയ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ അവർക്ക് നല്ല സുഖമായിട്ട് കൊടുക്കാൻ സാധിക്കും. പണ്ട് ഇതേ ഒരു വാർത്ത നമ്മൾ വേറെ രീതിയിൽ കണ്ടിട്ടുണ്ടായിരുന്നു. എന്നാണ് ഉമ്മൻചാണ്ടി സർക്കാർ പടിയിറങ്ങി പോകുന്ന സമയത്ത്, ഇടതുപക്ഷം അധികാരത്തിൽ വരുന്ന സമയത്ത് ഒരുപാട് രൂപയുടെ കുടിശ്ശിക വരുത്തി വെച്ചിരിക്കുന്നത് തീർക്കാനായിട്ട് പിണറായി വിജയൻ സഖാവ് കൊടുത്തൊരു മാധ്യമത്തിൽ കൊടുത്തൊരു വാർത്താ സമ്മേളനം നമ്മൾ കണ്ടതാണ്. അതിലെന്താണ് പറഞ്ഞിരുന്നത്? അതായത് ഒരുപാട് മാസത്തെ കുടിശ്ശികകൾ, പെൻഷൻ അടക്കമുള്ള ഒരുപാട് കുടിശ്ശികകൾ വരുത്തി വെച്ചിട്ടുണ്ട്, ഇതെല്ലാം കൊടുത്തു തീർക്കണമെന്നാണ് പിണറായി വിജയൻ അന്നത്തെ ഒരു പത്രസമ്മേളനത്തിൽ പറഞ്ഞത്. അപ്പോൾ അതിനുശേഷം ഇന്ന് അതേ പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ ജനങ്ങൾ തോൽപ്പിച്ച് വിട്ട സമയത്ത് ആ ഒരു അക്കൗണ്ടിൽ അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങളിൽ ഒന്നിലും ഒരു കുടിശ്ശിക പോലും വരുത്തി വെച്ചിട്ടില്ല എന്നാണ് മാധ്യമങ്ങളടക്കം പറയുന്നത്. ഇപ്പം നമ്മൾ കണ്ടില്ലേ, ഈ കുറ്റം പറഞ്ഞ ജനങ്ങൾ തന്നെ തിരുത്തി പറയുന്നത് അധികം ദിവസങ്ങളായിട്ടില്ല, ഏകദേശം ഒരു 2-3-4 ദിവസമായിട്ടുള്ളൂ മുഖ്യമന്ത്രിയായിട്ട് അധികാരത്തിൽ ഈ പറയുന്ന വി ഡി സതീശൻ അടക്കമുള്ള ആളുകൾ വന്നിട്ട്. ഇപ്പോൾ പലരും വി ഡി സതീശനെ വിളിക്കുന്ന നുണേശൻ എന്നാണ്, പല ആളുകളും വിളിക്കുന്ന പൂക്കി സി എം എന്നൊക്കെയാണ്. ഈ പൂക്കി സി എമ്മിൻ്റെ കുറച്ച് പൂക്കിത്തരമൊക്കെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ പെൻഷനിൽ ഇടതുപക്ഷ സർക്കാർ ഒരു കുടിശ്ശികയും വരുത്തി വെച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയും ആ ഒരു കാര്യത്തിലുള്ള ആ ഒരു പദ്ധതികൾ ഇവർക്ക് സുഗമമായിട്ട് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതിൻ്റെ ഒരു നേർക്കാഴ്ച കൂടിയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ബാക്കിയായിട്ട് നോക്കാം. മാസത്തെ പണം മാത്രമാണ് നൽകാനുള്ളത്. അതുകൊണ്ട് മെയ് മാസത്തെ തുകയാണ് ഈ പെരുന്നാൾ കൂടി പ്രമാണിച്ചാണ് നേരത്തെ വിതരണം ചെയ്യാൻ തീരുമാനിച്ചത്. 25-ാം തീയതി ഈ മാസം 25 മുതൽ വിതരണം ചെയ്യും. അത് 27, 28 മുമ്പ് പൂർത്തിയാക്കുകയും ചെയ്യും. ബാങ്ക് അക്കൗണ്ടിൽ പെൻഷൻ തുക വരുന്നവർക്ക് അവിടെയും, അല്ലാതെ സഹകരണ ബാങ്ക് ജീവനക്കാർ വീട് എത്തിച്ചു കൊടുക്കുന്ന ആ വഴിയും ഈ പെൻഷൻ തുക എത്തുകയും ചെയ്യും. 2000 രൂപ ആയിരിക്കും പെൻഷൻ. കണ്ടില്ലേ, 3000 രൂപ മുതൽ, അല്ലെ 3000 രൂപ വെച്ചിട്ട് പെൻഷനാക്കി കൊടുക്കാമെന്ന് പറഞ്ഞ വി ഡി സതീശൻ്റെ ആ ഒരു ഉടായ്പ് അല്ലെങ്കിൽ ആ ഒരു കള്ളത്തരം വീണ്ടും പൊളിയുകയാണ്. എവിടെയാണ് 3000 രൂപയാക്കി കൊടുത്തത്? എന്താണോ ഇടതുപക്ഷം കൊടുത്തുകൊണ്ടിരുന്നത് അത് തന്നെയല്ലേ നിങ്ങളും കൊടുക്കാൻ പോകുന്നത്? നിങ്ങൾ കൊടുക്കാമെന്ന് പറഞ്ഞ ഈ പറയുന്ന ആശമാർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ് 21,000 രൂപ എവിടെയാണ്? സൗജന്യ യാത്ര ഈ മാസം, അതായത് മെയ് മാസം 15-ാം തീയതി മുതൽ കൊടുക്കാമെന്ന് പറഞ്ഞത് ജൂൺ മാസത്തിലേക്ക് മാറ്റി. ഇപ്പോൾ ഇതാ പെൻഷൻ 3000 കൊടുക്കാമെന്ന് പറഞ്ഞത് 2000 രൂപയാക്കി കൊടുക്കുന്നു. അപ്പോൾ ആകെ മൊത്തത്തിൽ പറഞ്ഞതെല്ലാം ഒന്നും തന്നെ നടപ്പിലാക്കാൻ സാധിക്കാതെ പോകുന്ന ഒരു വലതുപക്ഷം അല്ലെങ്കിൽ ഭരണപക്ഷത്തിനെയാണ് നമ്മൾ കാണുന്നത്. എല്ലാ തരത്തിലും തോൽവിയായിട്ടുള്ള ഒരു പുതിയൊരു മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകളെയാണ് നമ്മൾ കാണുന്നത്. ഇനി അങ്ങോട്ട് വരും ദിവസങ്ങളിൽ മാറ്റങ്ങൾ വരുമോ എന്നറിയില്ല. വരുവാണെങ്കിൽ ഏറ്റവും നല്ല കാര്യമെന്നേ പറയാനുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നൊരു സാഹചര്യത്തിൽ പുതിയ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ അടുത്ത് ഡോക്ടർ അരുൺകുമാർ ഒരു കാര്യം ചോദിക്കുന്നുണ്ട്. വിദ്യാഭ്യാസ മേഖലയെപ്പറ്റി ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അങ്ങനെ ചോദിക്കുമ്പോൾ ആ ഒരു വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പറയുന്നൊരു മറുപടി ഏറെ ശ്രദ്ധേയമായിട്ടുള്ളൊരു മറുപടിയാണ്. എൻ ഷംസുദ്ദീൻ എന്ന് പറയുന്ന വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പറയുന്നൊരു കാര്യം. അതിലെങ്ങനെയാണ് പറയുന്നത്, കേട്ട് നോക്കാം. ഈ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ കൂടുതൽ ശക്തിപ്പെടുത്തുക തന്നെയായിരിക്കുമല്ലോ പ്രധാന പൊളിറ്റിക്കൽ ലൈൻ. കൂടുതൽ മികച്ച സർക്കാർ സ്കൂളുകളാക്കി മാറ്റുക, കൂടുതൽ സ്മാർട്ട് സ്കൂളുകളാക്കി മാറ്റുക, കൂടുതൽ വിദ്യാർത്ഥികളെ പൊതുവിദ്യാലയങ്ങളിലേക്ക് കൊണ്ടുവരിക തന്നെയായിരിക്കില്ലേ പ്രഥമ ലക്ഷ്യം? തീർച്ചയായും നമ്മളെ പൊതുവിദ്യാഭ്യാസത്തെ ശാക്തീകരിക്കുക എന്നുള്ളത് തന്നെയാണ്. അതിപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് അത് ഏറെക്കുറെ ഇപ്പോൾ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ കാര്യത്തിൽ നമ്മുടെ സർക്കാർ സ്കൂളുകൾ സ്വകാര്യ വിദ്യാലയങ്ങളെ വെല്ലുന്ന വിധത്തിൽ ഡിജിറ്റൽ ക്ലാസ് റൂമും കുട്ടികൾക്ക് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങളും അതുപോലെ തന്നെ മറ്റ് ഭൗതിക സാഹചര്യങ്ങൾ മുമ്പുണ്ടായിരുന്ന പോലത്തെ ക്ലാസ് റൂമുകളൊന്നും അല്ല ഇന്നുള്ളത്. കഴിഞ്ഞ ഗവൺമെൻറ് മുൻപുണ്ടായിരുന്ന പോലത്തെയുള്ള ക്ലാസ് റൂമുകളൊന്നുമല്ല ഇന്നുള്ളതെന്നുള്ളത് എൻ ഷംസുദ്ദീൻ എന്ന് പറയുന്ന വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്ക് ബോധ്യപ്പെട്ടിരിക്കുകയാണ്. അതായത് മുൻപുണ്ടായിരുന്ന ഈ 10 വർഷം, കഴിഞ്ഞ 10 വർഷം ഭരണത്തിലിരുന്ന ഇടതുപക്ഷ സർക്കാർ സാക്ഷാത്കരിച്ച് കൊടുത്തിട്ടുള്ള അല്ലെങ്കിൽ അവർ നടപ്പിലാക്കിയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ, അതേപോലെ തന്നെ നമ്മുടെ സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ, കുട്ടികൾക്ക് മെച്ചപ്പെട്ട പഠന സൗകര്യങ്ങൾ, ഇതെല്ലാം ഇന്ന് നമുക്കൊന്നും ചെയ്യേണ്ടതായിട്ടില്ല. എല്ലാം ഓൾറെഡി റെഡിമെയ്ഡ് എന്നൊക്കെ പറയുന്നത് പോലെ എല്ലാം ഓൾറെഡി ഇവിടെ തന്നെ ഉണ്ട്. നമ്മൾ ജസ്റ്റ് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയാൽ മതി. എന്താണോ എവിടെ വെച്ചാണോ മുറിഞ്ഞു പോയിരിക്കുന്നത് അതിനെ ഒന്ന് കൂട്ടിച്ചേർത്തുകൊണ്ട് നമ്മൾ അങ്ങോട്ട് മുന്നിലേക്ക് പോയാൽ മതി. പുതുതായിട്ട് നമ്മൾ പ്രത്യേക ഫണ്ട് വിനിയോഗിച്ചുകൊണ്ട് ഒന്നും ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യങ്ങളില്ല. എല്ലാം മെച്ചപ്പെട്ട രീതിയിൽ തന്നെയാണ് ഇടതുപക്ഷ സർക്കാർ സാക്ഷാത്കരിച്ചതെന്നാണ് പുതിയ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പറയുന്നത്. ഇപ്പം തന്നെ നിങ്ങൾക്ക് വീണ്ടും കാര്യങ്ങൾ മനസ്സിലാവുകയല്ലേ? അതായത് ആദ്യം പെൻഷൻ്റെ കാര്യം പറഞ്ഞു, ആ സമയത്ത് 1 രൂപ പോലും കുടിശ്ശിക വരുത്താതെ തന്നെ നാളിതുവരെ എന്തൊക്കെയാണോ ചെയ്തുകൊണ്ടിരുന്നത് എല്ലാം പ്രോപ്പറായിട്ട് ചെയ്തു വെച്ചിട്ട് പോയ ഇടതുപക്ഷ സർക്കാർ ഇന്നിപ്പോൾ വിദ്യാഭ്യാസ ആയിക്കോട്ടെ, ആരോഗ്യ മേഖല ആയിക്കോട്ടെ, ടൂറിസം ആയിക്കോട്ടെ, എല്ലാ തരത്തിലും എല്ലായിടത്തും നല്ല രീതിയിൽ കേരളത്തിനെ ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് ശ്രമിച്ച ഇടതുപക്ഷ സർക്കാർ, അവരെപ്പറ്റി തന്നെ കോൺഗ്രസ്സിലുള്ള പല ആളുകളും ഇന്ന് പറയുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ബാക്കി കേട്ട് നോക്കാം.
ഇന്ന കാലത്ത് അതിൽ ചില ഫോക്കസ് ആയിട്ട് ചില കാര്യങ്ങൾ നടന്നു. വിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം പോലുള്ള പരിപാടികൾ. അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് കുറേ കെട്ടിടങ്ങളും ഭൗതിക സാഹചര്യങ്ങളും ശക്തിപ്പെട്ട് വന്നിട്ടുണ്ട്. പക്ഷേ അത് ഇനിയും ആവശ്യമുള്ള മേഖലകളിലേക്ക് ഒരു മണ്ഡലത്തിൽ ചിലപ്പോൾ 4-5 സ്കൂളുകൾക്ക് അത് കിട്ടിയിട്ടുണ്ടാകാം, അത് കിട്ടാത്തവരും ഉണ്ടാകാം. അപ്പോൾ അതൊക്കെ തെരഞ്ഞ് നമ്മൾ കണ്ടെത്തി എല്ലാ ഭാഗവും എല്ലാ പ്രദേശങ്ങളും ഈ കാര്യത്തിൽ കേവലം ഇൻഫ്രാസ്ട്രക്ചർ മാത്രമായിരിക്കില്ല, മികവിന്റെ കേന്ദ്രങ്ങളാക്കി സ്കൂളുകളെ ഉയർത്തുക എന്നതായിരിക്കും ലക്ഷ്യം, അല്ലേ? കണ്ടില്ലേ, ഈ പറയുന്നതിലും നമുക്ക് ഈ മന്ത്രി പറയുന്നത് കേൾക്കുമ്പോഴേ നമുക്കറിയാം ഒന്നും ചെയ്യാനായിട്ട് ഇനി ഇവർക്കില്ല. ഇനി എന്തെങ്കിലും ഇല്ലാത്ത ഇടം എവിടെയാണെന്ന് നോക്കിയാൽ മാത്രം മതി. ഇതായിരുന്നു 2016 മുൻപുണ്ടായിരുന്ന കേരളത്തിൻ്റെ അവസ്ഥ. എന്തൊക്കെയാണ് ഉള്ളതെന്നായിരുന്നു അന്ന് നോക്കേണ്ടത്. അതായത് എവിടെയൊക്കെ എന്തൊക്കെ ഉണ്ട്, ഇല്ലാത്തതെന്ന് നോക്കേണ്ട കാര്യമില്ല. കാരണം ഒന്നുമില്ല അവിടെ. എവിടെ എന്തുണ്ടെന്ന് നോക്കിയിട്ട് ഇല്ലാത്തത് മാത്രം ചെയ്താൽ മതിയായിരുന്നു. അല്ലെങ്കിൽ ഇല്ലാത്തത് വീണ്ടും ഒന്നേന്ന് പടുത്തുയർത്തണമായിരുന്നു. ഇന്നിപ്പോൾ എന്താണ് ഇവർക്ക് നോക്കേണ്ടത്? എവിടെയാണ് കിട്ടാത്തതെന്ന് മാത്രം നോക്കിയാൽ മതി. അത് രണ്ടും വ്യത്യാസമുണ്ട്. എവിടെയാണ് ഉള്ളതെന്ന് നോക്കുന്നതും എവിടെയാണ് ഇല്ലാത്തതെന്ന് നോക്കുന്നതും രണ്ടും തമ്മിൽ വലിയൊരു വ്യത്യാസമുണ്ട്. അപ്പോൾ അങ്ങനത്തെ രീതിയിൽ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാം ചെയ്തു വെച്ചിട്ട്, അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഒരുക്കി കൊടുത്തതിന് ശേഷവും തുടർഭരണം ആഗ്രഹിച്ച് വീണ്ടും ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു പൊതു ഖജനാവ് നിറച്ചിട്ടിട്ട് പോയൊരു സർക്കാർ, ഇങ്ങനൊരു സർക്കാരിനെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കില്ല. പറഞ്ഞ എല്ലാ കാര്യങ്ങളും പ്രകടന പത്രികയിൽ കൊടുത്തിരുന്ന 100 കാര്യങ്ങളിൽ 100% കാര്യങ്ങളിൽ 95% കാര്യങ്ങളും ചെയ്ത ഒരു സർക്കാരിനെ വേറെ ഒരിടത്തും നമുക്ക് കാണാൻ സാധിക്കത്തില്ല. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സർക്കാരിനെയാണ് ഈ കേരളത്തിലെ ജനങ്ങൾ, നന്ദികെട്ട ജനങ്ങൾ തോൽപ്പിച്ച് വിട്ടത്. ഇതിനുള്ളൊരു മറുപടി കാലം തന്നെ തരും. അല്ലെങ്കിൽ എല്ലാ ജനങ്ങളും, ഇപ്പോൾ തന്നെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ തന്നെ പറയുന്നുണ്ട് ഇടതുപക്ഷമായിരുന്നു ശരിയെന്നുള്ളത്, അല്ലെങ്കിൽ ഇടതുപക്ഷ സർക്കാർ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു എന്നുള്ളത്. ഈ റിയാലിറ്റി മനസ്സിലാക്കാൻ കഴിയാത്ത കുറേ ആളുകൾ മെഴുകുന്നുണ്ട്. എന്തായാലും മെഴുകുന്നവർ മെഴുകിക്കൊണ്ടിരിക്കട്ടെ. ചെയ്യേണ്ടതെല്ലാം ആ സർക്കാർ ചെയ്തു വെച്ചിട്ടുണ്ട്. അത് അനുഭവിച്ചിട്ടുള്ള നല്ല മനുഷ്യർക്ക് അതിനെപ്പറ്റി കൂടുതലായിട്ട് അറിയാം. അല്ലാതുള്ള ആളുകളുടെ അടുത്ത് ഇതിനെപ്പറ്റി പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യകതയില്ല എന്ന് പറഞ്ഞുകൊണ്ട് പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ ഓക്കെ ബൈ.